ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാഹി സൻസർ റിയൽ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ പനിയുടെ സമയമാണ്, മഴക്കാലമാണ്, എല്ലായിടത്തും പനിയും ജലദോഷവും നെഞ്ചുവേദനയൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ നല്ല മഴയുണ്ട്, ഇവിടെ നല്ല മഴയാണ്, നല്ല തണുപ്പുണ്ട്. ഒരു കാപ്പി കുടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുവാണ്. അപ്പോൾ ഞാനൊരു കാപ്പി ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല തണുപ്പുണ്ട്, അപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ നല്ല സുഖം തോന്നുമല്ലോ. കേരളീയരുടെ ഇടയിൽ വളരെ പ്രചാരം നേടിയിട്ടുള്ള ഒരു കാപ്പിയാണ് ചുക്ക് കാപ്പി. ഇതിൻ്റെ പ്രത്യേകത ഈ ചുക്ക് കാപ്പിയിൽ അടങ്ങിയിട്ടുള്ള ഔഷധ കൂട്ടുകളുടെ ഗുണം തന്നെയാണ് ഇതിന് ഇത്രയും പ്രചാരം നേടിക്കൊടുത്തിട്ടുള്ളത്. അത് പനിക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസായ കുരുമുളക്, മല്ലി, ചുക്ക്, അതുപോലെ തുളസിയില, പനിക്കൂർക്ക എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഔഷധക്കൂട്ടുകളാണ്. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ ഈ കാപ്പി ഏറെ ഇഷ്ടപ്പെടുന്നതും. അതുപോലെ തന്നെ പനി, ജലദോഷം, ചുമയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ കാപ്പി നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഫീലും നല്ല സുഖമുള്ള ഒരു ഫീല് കിട്ടും. അതുപോലെ എരിവും ചൂടും ഒക്കെയുള്ള ഈ കാപ്പി ഇങ്ങനെ തൊണ്ടയിലൂടെ ഇറങ്ങി പോകുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ തന്നെയാണ്. നല്ല ആശ്വാസവും ലഭിക്കും. ഇനി നമുക്ക് ഈ കാപ്പിയുടെ കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 2 കപ്പ് കാപ്പിക്ക് ആവശ്യമായ ചേരുവകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 2 കഷ്ണം ചുക്ക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് തുളസിയില, 2-3 പനിക്കൂർക്കയുടെ ഇല. പിന്നെ അത് കഴിഞ്ഞ് ഈ കാപ്പിക്ക് ചേർക്കാനുള്ള പനഞ്ചക്കര അല്ലെങ്കിൽ കരിപ്പട്ടിയെന്നോ പനഞ്ചക്കരയെന്നും പറയാം. പിന്നെ കാപ്പിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. ഞാൻ 2 കപ്പ് കാപ്പിക്കുള്ള വെള്ളമാണ് എടുത്തതെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഒരു പാൻ എടുക്കുക, എന്നിട്ട് ആ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് കാപ്പിക്കുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കരിപ്പട്ടി അതിലേക്കിടുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് അടുപ്പിലേക്ക് തിളയ്ക്കാനായി വയ്ക്കുക. അപ്പോൾ ഇത് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ മധുരം കുറയുന്നവർക്ക് കരിപ്പട്ടിയുടെ തോത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ 2 കപ്പ് കാപ്പിക്കുള്ളതാണ്. വെള്ളം നന്നായിട്ട് ചൂടാകുമ്പം കരിപ്പട്ടി അലിഞ്ഞു വരും. അപ്പോൾ അതിനിടയിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുരുമുളക്, ജീരകം, ചുക്ക്, അതുപോലെ മല്ലി, ഇവ എല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചുക്ക് അറിയാത്തവർക്ക് ഇഞ്ചി ഉണങ്ങിയതാണ് ചുക്ക്. അപ്പം ഒന്ന് ക്രഷ് ചെയ്താൽ മതി, പൊടിക്കേണ്ട ആവശ്യമില്ല. പൗഡർ ഇടുന്നവരാണെങ്കിൽ അതിടാം. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി കരിപ്പട്ടി അലിയാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൃഷ്ണ തുളസിയിലയും പനിക്കൂർക്കയും ഇതിനകത്തേക്ക് ഇടണം. കൃഷ്ണ തുളസി ഇല തന്നെ എടുക്കാനുള്ളത്. 2 തരം തുളസി ഇലയുണ്ട്. ഇതിൽ കൃഷ്ണ തുളസി ഇലയ്ക്കാണ് ഔഷധം കൂടുതൽ. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കണം, അതിൻ്റെ എസൻസ് നന്നായിട്ട് ഇറങ്ങണം. ഞാൻ 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കാരണം 2.5 കപ്പ് വെള്ളം വെന്ത് വറ്റി വരുമ്പോൾ 2 കപ്പ് കാപ്പിക്കുള്ള ഡിക്കോഷൻ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുക. അതിൽ മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം എസൻസ് നന്നായിട്ട് ഇറങ്ങണം. അതിലേക്ക് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബ്ലാക്ക് പെപ്പർ, അതായത് കുരുമുളക്, നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ ഡൈജഷന് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിനും കൂടിയാണിത്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ടത്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അല്പം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ സത്ത നന്നായി അത് ലയിച്ച് ചേരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അരിച്ചൊഴിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ കുരുമുളകിൻ്റെ അതേ തന്നെ തുല്യ പ്രാധാന്യം, അല്ല അതിൽ കൂടിയ പ്രാധാന്യം തന്നെ ഇതിലടങ്ങിയിട്ടുള്ള ചുക്കിനും ജീരകത്തിനും ഉണ്ട്. ചുക്കാണെങ്കിൽ ഇതുപോലെ ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ തന്നെയാണ്. നമ്മൾ ട്രഡീഷണലായി വിവിധ ആവശ്യങ്ങൾക്ക് ചുക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇഞ്ചിയും ചുക്കുമായിട്ട് കറികൾക്കെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. തുമ്മൽ, ഫ്ലൂ, കോമൺ കോൾഡ്, കഫക്കെട്ട് എന്നിവ മാറാൻ ഇത് വളരെ ഉത്തമ ഔഷധമാണ്. പൊട്ടാസ്യം, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, വൈറ്റമിൻ എ, സി, ഡി, B6, മഗ്നീഷ്യം ഉൾപ്പെടെ ഈ ചുക്കിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാപ്പി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു.
ഞാൻ കപ്പിൽ പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ പനി വരുമ്പോൾ കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ഇത് ഉപയോഗപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.